ചരിത്ര കുതിപ്പ് നടത്തിയിരിക്കുന്നു കേപ്പ് വെർദെ. അതെ, കേപ്പ് വെർദെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. നോക്കൌട്ടിലേക്ക് കടക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഒരു ജയം പോലുമില്ല, ഒരു തോൽവി പോലുമില്ല, 3 സമനിലകൾ, 3 പോയിന്റ് ചരിത്രം കുറിച്ചിരിക്കുന്നു കേപ്പ് വെർദെ. ഗ്രൂപ്പ് എച്ചിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് കേപ്പ് വെർദെ ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി അവിടെ അവരെ കാത്തിരിക്കുന്നത് മറ്റാരുമല്ല, ലോക ചാമ്പ്യന്മാരായ അർജന്റീന തന്നെ. സ്പെയിനെതിരെ ഗോൾ രഹിത സമനില, പിന്നീട് ഉറുഗ്വേക്കെതിരെ 2-2 എന്ന സമനില, ഇപ്പോൾ സൗദി അറേബ്യക്കെതിരെ ഗോൾ രഹിത സമനില. കേപ്പ് വെർദെയുടെ ബൊസീഞ്ഞ എന്ന ഗോളിക്കും പ്രതിരോധ നിരക്കും കൈയടിക്കണം. വ്യക്തമായ ആധിപത്യം മത്സരത്തിൽ കേപ്പ് വെർദെക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ മുന്നേറ്റ നിരക്ക് ലക്ഷ്യം കാണാനാകാതെ പോയതാണ് അവർക്ക് വിനയായത്. അതേസമയം സൗദി അറേബ്യയും ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും അവർക്കും ലക്ഷ്യത്തിലേക്ക് എത്താനായില്ല. 3 കളിയിൽ നിന്ന് 3 പോയിന്റോടെ 2ാം സ്ഥാനക്കാരായി അവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ മറ്റൊരു മത്സരത്തിൽ ഉറുഗ്വായുടെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തി സ്പെയിൻ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിനിന്റെ വിജയം. 42ാമത്തെ മിനിറ്റിൽ അലക്സ് ബേയനെയാണ് സ്പെയിനിന്റെ ഗോൾ നേടുന്നത്. ഉറുഗ്വയുടെ ഗോൾ കീപ്പർ മുസ്ലേരയുടെ ഒരു വമ്പൻ പിഴവ്, കൊച്ചുകുട്ടികൾ പോലും വരുത്താത്ത ഒരു പിഴവ്, അത് അവർക്ക് വിനയായി. 95ാമത്തെ മിനിറ്റിൽ കാനോബിയോ അവർക്ക് വേണ്ടി റെഡ് കാർഡ് കിട്ടി പുറത്തു പോവുകയും ചെയ്തു. ഗ്രൂപ്പ് എച്ചിൽ 3 കളികളിൽ നിന്ന് 7 പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സ്പെയിൻ അടുത്ത റൗണ്ടിലേക്ക് കടന്നപ്പോൾ കേപ്പ് വെർദെ 3 കളികളിൽ നിന്ന് 3 പോയിന്റ്, ഉറുഗ്വേ, സൗദി അറേബ്യ ടീമുകൾക്ക് 3 കളികളിൽ നിന്ന് 2 പോയിന്റ്, 2 ടീമുകളും പുറത്താകുകയും ചെയ്തു.